ഇന്നിപ്പോൾ ചില പത്രങ്ങൾ വളരെ വലിയ വണ്ടക്കാ തലക്കെട്ടിൽ എന്തോ ഭയങ്കരമായ പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കാത്ത ഒരു സാഹചര്യം പാർട്ടിക്കും ഗവൺമെൻറ്റിനൊക്കെ വന്നിരിക്കുന്നു എന്ന രീതിയിലാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ പ്രശ്നം? തൃശ്ശൂരിൻ്റെ പശ്ചാത്തലത്തിൽ UDF 3-ാം സ്ഥാനത്തും LDF 2-ാം സ്ഥാനത്തും 1-ാം സ്ഥാനത്ത് BJP വന്ന കാര്യം സംബന്ധിച്ചുള്ള രാഷ്ട്രീയ പ്രശ്നമാണ്. ഞാൻ തന്നെ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് ആ കാര്യം മുഴുവൻ ഇതിനു മുമ്പേ വിശദീകരിച്ചിട്ടുണ്ട്. അതിനെങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? BJPയുമായി CPIM ADGPയുമായി ഒരു ലിങ്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്നുള്ള കള്ളക്കഥ പറഞ്ഞുകൊണ്ടാണ്. തികച്ചും തെറ്റായ, അവാസ്തവമായ, അസംബന്ധമായ ഒരു റിപ്പോർട്ടിൻ്റെ മേലെ വാർത്തയുണ്ടാക്കിയിട്ട് ആ വാർത്ത പ്രതിപക്ഷ നേതാവിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെ പ്രതികരിച്ചില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങളിതെല്ലാം മുമ്പേ പ്രതികരിച്ചതാണ്. ഏതെങ്കിലും DGPയെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ADGPയെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന് ഏതെങ്കിലും വിഭാഗവുമായി RSSO BJPയുമായിട്ട് ഒരു ലിങ്ക് ഉണ്ടാക്കേണ്ട പ്രശ്നമില്ല. കാരണം വളരെ തുറന്നു വെച്ച പുസ്തകം പോലെ മുഴുവൻ ആളുകൾക്കും വായിക്കാൻ സാധിക്കുന്നതാണ് CPIയും അതുപോലെ തന്നെ BJPയും RSSും തമ്മിലുള്ള ബന്ധം. നിരവധിയായ സന്ദർഭങ്ങളിലായിട്ട് ഈ കേരളത്തിലെ പാർട്ടിയെ തകർക്കുന്നതിന് വേണ്ടി അജണ്ട വെച്ച് പ്ലാൻ ചെയ്തൊരു അഖിലേന്ത്യാ നേതൃത്വമാണ് RSSും BJPയും. നിങ്ങൾക്ക് ചിലപ്പോൾ കാര്യങ്ങൾ അറിയണ്ടാവില്ല, ജനങ്ങൾക്ക് നന്നായിട്ട് അറിയാം. കണ്ണൂർ ജില്ലയെ ഒന്നാമത്തെ പ്രതിസ്ഥാനത്ത് നിർത്തി അതിനെ അവിടുത്തെ CPIമിനെ തകർക്കാൻ, CPIമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രം കണ്ണൂരാണെന്നും ആ കണ്ണൂരിനെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ദത്തെടുത്ത് പ്രവർത്തനം നടത്തിയ ഒരു വിഭാഗമാണ് ഈ RSS. ഞങ്ങൾക്കിതിനെപ്പറ്റിയെല്ലാം നല്ല ധാരണയുണ്ട്. ദത്തെടുത്തു, എന്നിട്ട് 2 കോടി രൂപ ആ ദത്തെടുത്ത സന്ദർഭം പ്രഖ്യാപിച്ച സമയം തന്നെ കൊടുത്തു CPIമിനെ തകർക്കാൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ബീഡി കമ്പനിയിൽ ഉൾപ്പെടെ അക്രമം നടത്തിയത്. മുഖപരിചയം പോലും ഇല്ലാതെ പാർട്ടി കേഡർമാരായ ബീഡി തൊഴിലാളികളെ ആരായാലും അനുഭാവിയായാലും ഉൾപ്പെടെ കൊന്നൊടുക്കി. ഒരു നിശ്ചിത തീയതി നിശ്ചയിച്ചു. ആ നിശ്ചിത തീയതിക്ക് ഇത്ര മണി, 11 മണി എന്നാണ് 11 മണിയാണ് ഉപയോഗിച്ചത്. തലശ്ശേരി താലൂക്കിൻ്റെ വിവിധ മേഖലയിൽ ബീഡി തൊഴിലാളികൾ പണിക്ക് തുടങ്ങുന്ന ആ സന്ദർഭത്തിൽ ബോംബെറിഞ്ഞു. തടത്തിൽ ബാലൻ ഉൾപ്പെടെയുള്ള സഖാക്കൾ മരിച്ചു. നിരവധി പേർക്ക് പരിക്ക് പറ്റി. മുഖപരിചയം പോലുള്ള എന്തെങ്കിലും ശത്രുതയുള്ള ആളുകളെല്ലാം ഭീഷണിപ്പെടുത്താനാണ്, ഭീതിപ്പെടുത്താനാണ്. ഇതാണ് RSS അന്നെടുത്ത നിലപാട്. ആ നിലപാടിനെ പറ്റി ഞാൻ നേരത്തെ തന്നെ മുമ്പ് തന്നെ ഇവിടെ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് തന്നെ പറഞ്ഞതാണ്. അങ്ങനെ CPIമിനെ തകർക്കാൻ ആദ്യം കണ്ണൂർ ജില്ലയെ ദത്തെടുത്തു, പിന്നീട് ആലപ്പുഴയെ ദത്തെടുത്തു, നിരവധി ജില്ലകളെ ദത്തെടുത്തു, നിരവധിയായ ഞങ്ങളുടെ സഖാക്കളെ കൊന്നു RSS. ഇതിനോട് ശക്തിയായിട്ട് നിലപെട്ട് പമ്പിച്ച രീതിയിലുള്ള പൊരുതിയിട്ടാണ് യഥാർത്ഥത്തിൽ CPIM ഇവിടെ പ്രവർത്തിക്കുന്നത്. കണ്ണൂർ ജില്ലയിലെ RSSൻ്റെ BJPയുടെ അടിത്തറ വികസിക്കല്ല ചെയ്തത്, ദേശീയ ശരാശരിയും കേരള ശരാശരിയും കുറയുക ചെയ്തത്. കാരണം ജനങ്ങളതിനെ ശക്തിമത്തായ രീതിയിൽ പൊരുതിയിട്ടുണ്ട് അതിനെതിരായിട്ട്. അതുകൊണ്ട് RSSുമായിട്ട് ബന്ധം ഞങ്ങളല്ല ഉണ്ടാക്കിയത്. RSസുമായി BJPയുമായിട്ട് ബന്ധമുണ്ടാക്കിയത് തൃശ്ശൂരിൽ കോൺഗ്രസ്സാണ്. മുമ്പ് നേമത്ത് കോൺഗ്രസ് തന്നെയാണ്. നേമത്ത് O രാജഗോപാലൻ ജയിച്ചതും അതിൻ്റെ പശ്ചാത്തലത്തിലാണ്, കോൺഗ്രസ് വോട്ടിലാണ്. ഇവിടെ തൃശ്ശൂരിൽ ജയിച്ചതും കോൺഗ്രസിൻ്റെ വോട്ടിലാണ്. 86,000-ലധികം വോട്ട് കോൺഗ്രസിന് അവിടെ കുറഞ്ഞിട്ടുണ്ട്. 86,000-ലധികം വോട്ട് യഥാർത്ഥത്തിൽ അവിടെ കുറഞ്ഞിട്ടുണ്ട്. 3-ാം സ്ഥാനത്തേക്ക് വെറുതെ പോയതല്ല കോൺഗ്രസ്. ഞങ്ങൾക്കവിടെ 16,228 വോട്ട് അവിടെ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വോട്ട് കുറയല്ല, ഇത് കുറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന വോട്ട് പൂർണ്ണമായി കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ വോട്ടിനേക്കാളും 16,000-ലധികം വോട്ട്, 16,228 വോട്ട് നമുക്കധികം കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസിന് 86,000-ലധികം വോട്ട് അവിടെ കുറഞ്ഞിട്ടുണ്ട്. അതിൽ ക്രിസ്തീയ വോട്ട് ഉൾപ്പെടെയാണ്. ആ വോട്ടാണ് BJP കിട്ടിയത്. എന്നിട്ടാണ് BJP 74,000 വോട്ട് ജയിച്ചത്. അത് അന്വേഷിക്കാൻ വേണ്ടി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട് കോൺഗ്രസ്. മുരളി ഉൾപ്പെടെ അതിശക്തിയായിട്ട് അതിനെ ശക്തിയായ രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. അപ്പോൾ ആരാണ് ഉത്തരവാദി എന്ന് കൃത്യമായിട്ട് എല്ലാവർക്കും പകൽ വെളിച്ചം പോലെ അറിയാം. RSSനെയും BJPയെയും സുരേഷ് ഗോപിയെയും ജയിപ്പിക്കുന്നതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചത് കോൺഗ്രസ് ആണെന്ന് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ്സുകാർക്കും അറിയാം. എന്നിട്ട് അത് മൂടി വെക്കാൻ വേണ്ടി ഇപ്പോഴും VD സതീശനും കോൺഗ്രസ്സുകാരും CPIMും ADGP മുഖേന RSസുകാരനെ കണ്ട്, RSS നേതാവിനെ കണ്ട് ഡീലുണ്ടാക്കിയിരിക്കുന്നു എന്ന ശുദ്ധ അസംബന്ധം പറയുന്ന നിലയാണ് സ്വീകരിക്കുന്നത്. അത് കൊട്ടിഘോഷിക്കാൻ കുറേ പത്രവും കുറേ മാധ്യമങ്ങളും അതിൻ്റെ ഫ്രണ്ട് പേജ് അതിനു വേണ്ടി വിട്ടുകൊടുക്കാൻ യാതൊരു ഉറപ്പുമില്ല.
ഇതാ കാര്യം. അതുകൊണ്ട് ഞങ്ങളിതിന് മറുപടി പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇന്നത്തെ ആരോപണം. ഇതെല്ലാം ഞങ്ങൾ നിരന്തരമായി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇനിയും പറയുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല. കോൺഗ്രസ്സാണ്, കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് ഭീഷണത്തിൻ്റെ പത്രാധിപർ. കോൺഗ്രസിന് ഭീഷണത്തിൻ്റെ പത്രാധിപരാരാ? പറഞ്ഞാട്ടെ. ദേശാഭിമാനി പറയണ്ട, മറ്റേ പ്രചാരം കുറവായതുകൊണ്ട് അറിയുന്നില്ല എന്നൊക്കെ നിങ്ങൾ അറിയുന്നതല്ലേ. അദ്ദേഹം ഇപ്പോൾ BJP ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് പറയാൻ വേണ്ടിയിട്ടാണ്, വേറെ അയാളെ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞല്ല. അദ്ദേഹം ഇപ്പോഴും BJPയിലേക്ക് പോയിരിക്കുകയാണ്. മനസ്സിലായല്ലേ? മോഹനവർമ്മ, കറക്റ്റ്. അപ്പോൾ അദ്ദേഹം BJP ചേർന്നു. എന്നിട്ടാണ് CPIM ലിങ്ക് ഉണ്ടാക്കിയതിനെ സംബന്ധിച്ചിടത്തോളം വ്യാപകമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കള്ള പ്രചാര വേലയാണ്. പ്രായം ഉണ്ടാക്കിച്ചേരാന്നാ? പ്രായം വരുമ്പോഴാണോ BJP ചേരേണ്ടത്?